നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുന്നു. 4 ടീമുകളെ നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണ്. വേൾഡ് റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്ന 4 ടീമുകൾ തന്നെയാണ്. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ഫ്രാൻസും, രണ്ടാമതുള്ള അർജൻറ്റീനയും, മൂന്നാമതുള്ള സ്പെയിനും, നാലാമതുള്ള ഇംഗ്ലണ്ടുമാണ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. നല്ല കടുത്ത പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് ടീമുകൾ സെമി ഫൈനൽ വരെ കടന്നുപോയത്. അപ്പോൾ രസകരമായ ചില കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെ പല സുഹൃത്തുക്കൾ ഇടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ഈ 4 ടീമുകളെ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. ഓരോ ടീമിലെയും മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾ. സ്പെയിനിൻ്റെ കാര്യത്തിൽ മോസ്റ്റ് ഗോൾസ് നേടിയിട്ടുള്ളത് ഒയർസബാലാണ്. അവരുടെ എതിരാളികളായിട്ട് ഇറങ്ങാൻ പോകുന്ന ഫ്രാൻസിൻ്റെ കാര്യത്തിൽ മോസ്റ്റ് ഗോൾസ് കിലിയൻ എംബാപ്പയുടെ വകയാണ്. മോസ്റ്റ് അസിസ്റ്റ് സ്പെയിൻ്റെ കാര്യത്തിൽ കുക്കറയാണ്, വിങ് ബാക്ക് ആയിട്ടുള്ള കുക്കറയ. മറുഭാഗത്ത് മോസ്റ്റ് അസിസ്റ്റ് ഒലീസയാണ്. വേൾഡ് കപ്പിൽ 5 അസിസ്റ്റുകൾ അദ്ദേഹം നേടി വിലക്ക് തൊട്ടു പുറകിൽ നിൽക്കുകയാണ്. മോസ്റ്റ് കീ പാസുകൾ പോറോയാണ്. ഒരിക്കൽ കൂടി സ്പെയിൻ്റെ ഭാഗത്ത് പോറോ, അതായത് വിങ് ബാക്ക് വരുന്നു. മറുഭാഗത്ത് മോസ്റ്റ് കീ പാസ് ഓസ്മാൻ ഡെംബലെയാണ്. മുന്നേറ്റ നിരയിലെ സുപ്രധാന റോൾ വഹിക്കുന്ന നിലവിലെ ബാലൻ ഡി ഓർ വിന്നറായിട്ടുള്ള ഓസ്മാൻ ഡെംബലെ. മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിൾസ് പെർ 90 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ സ്പെയിൻ്റെ ഭാഗത്ത് ലാമിനെ യമാലും ഫ്രാൻസിൻ്റെ ഭാഗത്ത് ബാർക്കോലയുമാണ്. മോസ്റ്റ് ചാൻസ് ക്രിയേറ്റഡ് സ്പെയിൻ്റെ ഭാഗത്ത് അലക്സ് ബെയ്നയാണെങ്കിൽ മറുഭാഗത്ത് മൈക്കൽ ഒലീസയാണ്. മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് സ്പെയിൻ്റെ ഭാഗത്ത് കുക്കറയും ഫ്രാൻസിൻ്റെ ഭാഗത്ത് എംബാപ്പയുമാണ്. മോസ്റ്റ് ആക്യുറേറ്റ് ക്രോസസ് സ്പെയിൻ്റെ ഭാഗത്ത് റോഡ്രിയും മറുഭാഗത്ത് മോസ്റ്റ് ആക്യുറേറ്റ് പാസസ് ഡെംബലയുമാണ്. സോ ഇതിൽ വ്യത്യാസം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അറ്റാക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സാണ് അധികവും നമ്മൾ എടുത്തിട്ടുള്ളത്. സ്പെയിൻ്റെ ഭാഗത്ത് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനുപരി വിങ് ബാക്കുമാരും മറ്റുമൊക്കെയാണത് ചെയ്യുന്നതെങ്കിൽ ഫ്രാൻസിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ്ലി അവരുടെ മുന്നേറ്റ നിര താരങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു വെടിച്ചില് മുന്നേറ്റ നിര ഫ്രാൻസിനാണ് എന്നതിൽ തർക്കമില്ല. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കണക്കാണിത്. ഇനി ഇംഗ്ലണ്ട് അർജൻറ്റീന കാര്യത്തിലേക്ക് വരാം. മോസ്റ്റ് ഗോൾസ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് 2 പേരാണ്. അവരാകടിച്ച 13 ഗോളുകളിൽ 12 ഗോളും നേടിയത് കെയ്നും ബെല്ലിങ്ങാമും ചേർന്നിട്ടാണ്. അതാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. 2 പേരും 6 വീതം ഗോളുകൾ. അർജൻറ്റീനയുടെ ഭാഗത്ത് മോസ്റ്റ് ഗോൾസ് സാക്ഷാൽ ലിയോ മെസ്സിയാണ്. മോസ്റ്റ് അസിസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ഗോർഡൻ ആണെങ്കിൽ അർജൻറ്റീനയുടെ ഭാഗത്ത് മോസ്റ്റ് അസിസ്റ്റ് ലിയോ മെസ്സിയാണ്. കാരണം അത്രയേ ഉള്ളൂ, അവരുടെ ഭാഗത്ത് അസിസ്റ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പം കൂടുതൽ അസിസ്റ്റുകൾ കൊടുത്ത താരങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. മോസ്റ്റ് കീ പാസുകൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ഡെക്ലാൻ റൈസ് ആണെങ്കിൽ അർജൻറ്റീനയുടെ ഭാഗത്ത് ലയണൽ മെസ്സിയാണ്. മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിളിംഗ് പെർ 90 മിനിറ്റ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ഇസയാണെങ്കിൽ അർജൻറ്റീനയുടെ ഭാഗത്ത് ലയണൽ മെസ്സിയാണ്. മോസ്റ്റ് ചാൻസസ് ക്രിയേറ്റഡ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ബെല്ലിങ്ങാം ആണെങ്കിൽ അർജൻറ്റീനയുടെ കാര്യത്തിൽ ലയണൽ മെസ്സിയാണ്. മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ഡെക്ലാൻ റൈസ് ആണെങ്കിൽ അർജൻറ്റീനയുടെ ഭാഗത്ത് ലയണൽ മെസ്സിയാണ്. മോസ്റ്റ് ആക്യുറേറ്റ് ക്രോസസ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് മഡൂക്ക് ആണെങ്കിൽ അർജൻറ്റീനയുടെ ഭാഗത്ത് ലയണൽ മെസ്സിയാണ്. സോ ഒരു ടീമിനെതിരെ ഒറ്റക്ക് നിൽക്കുന്ന മെസ്സിയാണ് നമുക്കിവിടെ കാണാനുള്ളത്. സോ എന്ന് പറഞ്ഞാൽ മെസ്സി ഡിപ്പെൻഡൻസി അർജൻറ്റീനയുടെ കളിയെ മൊത്തമായിട്ട് വിമർശിക്കുന്നവർ പറയുന്നൊരു കാര്യവും അതാണ്. അർജൻറ്റീനയുടെ അനുഗ്രഹവും ലിയോ മെസ്സിയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.